ഇടുക്കി ദേവികുളം ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നവീകരണ ജോലികൾക്ക് ശേഷവും മൂന്നാർ മുതൽ വിവിധയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. ഗ്യാപ്പ് റോഡിന്റെ മുഖം മിനുക്കിയതോടെ ഇതുവഴിയിലുള്ള യാത്ര അതിസുന്ദരമാണ്. എന്നാൽ മഴക്കാലമായാൽ ഇതുവഴി വലിയ അപകടമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് തന്നെ. ഇത് കഴിഞ്ഞ ദിവസം വലിയ പാറക്കെട്ടാണ്. വാഹനങ്ങളില്ലാതിരുന്നത് വലിയ ഒരു അപകടം ഒഴിവായെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. പോയ മഴക്കാലങ്ങളിലും സ്ഥിതി സമാനമായിരുന്നു. തുടർച്ചയായി മഴ പെയ്തതോടെ ദേശീയപാതയിൽ മൂന്നാർ മുതലുള്ള വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഇത്തവണയും ഉണ്ടായി. പലയിടത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു. നിലവിൽ ഗ്യാപ്പ് റോഡിലൂടെ യാത്രാ നിരോധനമുണ്ട്. ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കാണ് വിലക്ക്. മേഖലയിൽ വാഹനങ്ങൾ കടക്കാതിരിക്കാൻ പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ കല്ലും മണ്ണും നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുള്ള യാത്രയുടെ സുരക്ഷ നോക്കിയായിരിക്കും തുടർ തീരുമാനങ്ങളെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മണ്ണും പാറയും മരങ്ങളും വീണിട്ടുണ്ട്. അതിൽ പാറ പൊട്ടിക്കാനുള്ള നിർദ്ദേശം നമ്മൾ NH-ന് നൽകിയിട്ടുണ്ട്. അവർ ഉടനടി അത് നീക്കം ചെയ്യുന്നതായിരിക്കും. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊള്ളുകയും ഗതാഗത നിയന്ത്രണം വരികയും ചെയ്തതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ചിന്നക്കനാൽ മേഖലയിൽ നിന്നടക്കം മൂന്നാറുമായി ബന്ധപ്പെടേണ്ടുന്ന തോട്ടം തൊഴിലാളികളും പ്രതിസന്ധിയിലായി. 2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6-ലധികം മലയിടിച്ചിലുകളാണ് ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7-നാണ് അവസാനം ഗ്യാപ്പ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. ദേശീയപാതയിൽ താൽക്കാലികമായി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും അടിക്കടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് ആളുകളിൽ ആശങ്കയുണ്ടാക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.